വെൽക്കം ടു യുവർ മാത്സ് ഓൺലൈൻ ക്ലാസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തായിരുന്നു റിലേഷൻ ആൻഡ് ഫങ്ഷൻസ്. അതിൽ ടൈപ്സ് ഓഫ് റിലേഷൻ നമ്മൾ പറഞ്ഞു, പിന്നെ ഫങ്ഷൻസിൽ ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് പറഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ എടുത്തു കഴിഞ്ഞു. നെക്സ്റ്റ് പറയാനുള്ളതാണ് കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ്. വളരെ സിമ്പിളാണ് കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ്. ആ വേർഡിൽ തന്നെ ഉണ്ട് കോമ്പോസിറ്റ്. ദ കോമ്പിനേഷൻ ഓഫ് ഫങ്ഷൻ ഈസ് നോൺ ആസ് കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻ. വളരെ സിമ്പിളാണ്, ശ്രദ്ധിച്ചോളൂ. ഞാൻ പറയുകയാണ് ഒരു ഫങ്ഷന് വേണമെങ്കിൽ എഫ് എന്ന് പറയാം, എഫ് ഓഫ് എക്സ്. എഫ് എന്ന് പറഞ്ഞാൽ എ നിന്നും ബിയിലേക്ക്, സെറ്റ് എയിൽ നിന്നും ബിയിലേക്കുള്ള ഫങ്ഷനാണ് എഫ് എന്ന് പറഞ്ഞാൽ. ഇത് ഏത് സെറ്റാണ്. നെക്സ്റ്റ് സെറ്റ് പറയുകയാണ് ബി. എയിൽ നിന്ന് ബിയിലേക്കാണ് എഫ് അല്ലേ. ഇവിടെ എപ്പോഴും എന്താ ഉണ്ടാവുക? എക്സ്. ഇത് എക്സ് ആണ്. ഈ എക്സ് എഫിൽ കൊടുത്താൽ എഫ് ഓഫ് എക്സ് അല്ലേ. ഈ എക്സ് ഇവിടെ കൊടുത്താൽ എഫ് ഓഫ് എക്സ്. നെക്സ്റ്റ് ഒരു ജി എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. അത് എവിടെ നിന്ന് ഇങ്ങോട്ടാണ്? ബിയിൽ നിന്ന് സിയിലേക്കാണ്. ബിയിൽ നിന്ന് സിയിലേക്ക്. സോ ബിയിൽ നിന്ന് സിയിലേക്ക് ഒരു സി എന്ന സെറ്റ് വരയ്ക്കണം നമുക്കിവിടെ. സി ഇതാ റെഡി. ഇതാണ് സി. ബിയിൽ നിന്ന് സി, അതാണ് ജി. ഈ എഫ് ഓഫ് എക്സ് ഈ ജിയിൽ കൊടുക്കുകയാണെങ്കിൽ ജി ഓഫ് എഫ് ഓഫ് എക്സ്. കൺഫ്യൂഷനായി. ഈ എക്സ് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ്, എക്സ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത എഫ് ഓഫ് എക്സ്. ഈ എഫ് ഓഫ് എക്സ് ഇതിൽ കൊടുക്കുമ്പോൾ ജി ഓഫ് എഫ് ഓഫ് എക്സ്. റെഡി. ഇനി അതൊക്കെയാണ്. ഇനി എയിൽ നിന്ന് ഡയറക്റ്റ് സി, ഇവിടുന്ന് എയിൽ നിന്ന് ബി, ബിയിൽ നിന്ന് സി ആണ്. എയിൽ നിന്ന് സിയിലേക്ക് എന്താക്കില്ല? എയിൽ നിന്ന് സി എന്താ ഫംഗ്ഷന്? ജി ഓഫ് എഫ് ഓഫ് എക്സ്. ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഇനി ജിയിൽ നിന്ന് എഫിലേക്കാണെങ്കിലോ അത് തിരിയും, എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നാവും. ഇതാണ് കോമ്പിനേഷൻ. റെഡി. വളരെ സിമ്പിളാണ്. എഫ് എന്ന് പറഞ്ഞാൽ എ നിന്ന് ബിയിലേക്ക് എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് ഇനി ജിയിലേക്ക് കൊടുക്കുമ്പോൾ ജി ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് എ ടു സി ആവുമ്പോൾ ആ ഫംഗ്ഷൻ എന്താണ്? എ ടു സി ആവുമ്പോൾ ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഇതിനാണ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ജി ഓഫ് എഫ് ഓഫ് എക്സ് ഇങ്ങനെ എഴുതാം, അതല്ലെങ്കിൽ ജി ഓഫ് എഫ് ഇങ്ങനെ എഴുതിയാലും മതി. നമ്മൾ +1 പഠിച്ചാണ്. ഒരു 3 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതിൻ്റെ തിയറിയാണ് മാത്രമേ ഉള്ളൂ. ഒരു 3 ക്വസ്റ്റ്യൻ തരും, അന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. വളരെ സിമ്പിളാണ്. 2 മാർക്കിന് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ക്ലിയർ. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വളരെ സിമ്പിളാണ്. ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. റെഡി. പിന്നെ അതിൻ്റെ കണക്ഷൻ തന്നിട്ടുണ്ട്. ഫൈൻഡ് ജി ഓഫ് എഫ് ആണ് പഠിക്കേണ്ടത്. ഇങ്ങനെ സെറ്റ് തന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ആരോ ഡയഗ്രം വരച്ചാൽ വളരെ സിമ്പിളായിട്ട് കിട്ടും. നോക്കാം. എഫ് ഉണ്ട്, ജി ഉണ്ട്. നോക്കാം എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെറ്റ് അല്ലേ, എഫ് ഇടുന്ന ഇങ്ങോട്ടേക്കാണ് 2 3 4 5 നിന്ന് 3 4 5 9ലേക്ക്. അപ്പോൾ 2 സെറ്റ് വേണം. റെഡി. ഇങ്ങനെ ഇതാണ് എഫ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഫസ്റ്റ് സെറ്റ് എന്താ? 2 3 4 5. 2 3 4 5. ഈ സെറ്റ് എന്താണ്? 3 4 5 9. 3 4 5 9. അപ്പോൾ എഫ് കാണിച്ചു, എഫ് ആയി. ഇത് ജി എന്താണ്? 3 4 5 9ൽ നിന്ന് 3 4 5 9ൽ നിന്ന് ഈ സെറ്റിൽ നിന്ന് 7 11 15. അപ്പോൾ വേറെ സെറ്റ് 7 11 15. ഈ 3 4 5 9ൽ നിന്ന് ഇതെങ്ങനെ, ഇതാണെന്ത്? ജി എന്ന് പറഞ്ഞാൽ. റെഡി. ഇത്ര കാര്യം ഇത് രണ്ടും യൂസ് ചെയ്തു. നെക്സ്റ്റ് എഫ് ഓഫ് 2 ഈക്വൽ ടു 3. എഫ് ഓഫ് 2 എന്താ? ഈ 2 ഇതിൽ കൊടുത്തിട്ടുള്ള കണക്ഷൻ അല്ലേ. എഫ് ഓഫ് 2 ഈക്വൽ 3. എന്താ എഫ് ഓഫ് 2 ഈക്വൽ 3? ഇതാണ് എഫ് ഓഫ് 2 ഈക്വൽ 3 എന്ന് പറഞ്ഞാൽ. എഫ് ഓഫ് 3 ഈക്വൽ ടു 4. അപ്പോൾ 3 4 ഈക്വൽ ടു 5 ഈക്വൽ ടു 5 അല്ലേ. എഫ് ഓഫ് 4ൻ്റെയും എഫ് ഓഫ് 5ൻ്റെ ആൻസർ എന്താ? 5 ആണ്. എഫ് ഓഫ് 4 എന്ന് പറഞ്ഞാൽ 5. എഫ് ഓഫ് 5 തന്നെയാണ്, 5 തന്നെയാണ്. റെഡി. സിമ്പിളാണ്. നെക്സ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? ജി ഓഫ് 3 ഈക്വൽ ടു ജി ഓഫ് 4 ഈക്വൽ ടു 7. ജി എന്ന് പറഞ്ഞത് ഇവിടെ ജി ഓഫ് 3 വേണ്ടല്ലോ കിട്ടുക. ജി ഓഫ് 3യും ജി ഓഫ് 4 എത്രയാണ്? 7 ആണ്. ജി ഓഫ് 3 ഈ 3 ഇവിടെ കൊടുക്കുമ്പോൾ 7ൻ്റെ അവിടെ കണക്ഷൻ. ഇത് ജി ഓഫ് 4 തന്നെയാണ്, 7 തന്നെയാണ്. ജി ഓഫ് 4. റെഡി. സോ നെക്സ്റ്റ് ജി ഓഫ് 5ഉം ജി ഓഫ് 9ഉം എത്രയാണ്? 11 ആണ്. അപ്പോൾ 5ഉം 9ഉം ഈ ജിയിൽ കൊടുക്കുമ്പോൾ എത്രയാണ്? 11 ആണ്. ഇവിടെ ഇത് കൊടുക്കുമ്പോൾ 11. റെഡി. 11. അങ്ങനെയാണെങ്കിൽ ജി ഓഫ് എഫ് എന്താണ്? ജി ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എന്താ?
ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത്. ഇതാണ് ജി ഓഫ് എഫ്. അല്ല, ഇവിടുന്ന് ഇങ്ങോട്ടേക്കല്ല. റെഡി? ജി ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ ഈ എഫ് ജിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, ജി ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എഫ് ജിയിൽ എന്ന് വെച്ചാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ്. റെഡി? ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഈ എഫ് ജിയിൽ കൊടുത്തത്, അപ്പോൾ എഫിൽ നിന്ന് ജിയിലേക്ക്, എഫിൽ നിന്ന് ജിയിലേക്ക് എന്താ, എഫിൽ നിന്ന് ജിയിലേക്ക് എന്താണ് കണക്ഷൻ വരിക? ഏതൊക്കെ വരാം? 7, 11, 15. ഇത് ഓർഡർ പെയർ ആക്കിയതാണെങ്കിൽ എങ്ങനെ വരാം? ഓർഡർ പെയർ ആക്കിയതാണെങ്കിൽ വരാം 2, 7, 2, 7. പിന്നെ അടുത്ത് 3, എന്തായിരുന്നു? 7, 3, 7. നെക്സ്റ്റ് 4, 11, 4, 11. നെക്സ്റ്റ് 4, 11. നെക്സ്റ്റ് 5, 11, 5, 11. ഇതാണെന്ത്? ജി ഓഫ് എഫ്. ഈ നേരെ തിരിച്ച് ഇങ്ങനെ ചോദിക്കുകയാണ് വിചാരിക്കുക, എഫ് ഓഫ് ജി ഓഫ് എക്സ് ആകുമ്പോൾ എന്തായിരിക്കും വരിക? എഫ് ഓഫ് ജി ഓഫ് എക്സ് ആകുമ്പോൾ ഈ ജിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എഫിൽ എൻഡ് ചെയ്യണം എന്ന് വെച്ചാൽ ഇങ്ങനെ തിരിച്ച് വരും. ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുക. 7, 3, 2, 7, 4, 3 അല്ലേ? 11, 5, 4, 11, 5, 5. റെഡി? നെക്സ്റ്റ് 11, 9 ഇല്ല. റെഡി? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ സിമ്പിളാണ്. നമുക്കെന്ത് ചെയ്താൽ മതി? ഇങ്ങനെ ആരോ ഡയഗ്രാം വരച്ചാൽ മതി. ഇതിൽ പറഞ്ഞിട്ടുള്ള എന്താണ്? ജി ഓഫ് എഫ് എന്ന് ചോദിച്ചിട്ടുള്ളൂ, തിരിച്ച് ചോദിച്ചിട്ടില്ല. റെഡി? കാരണം അത് ഫംഗ്ഷൻ ആവില്ല, പല കണ്ടീഷൻസ് ഉണ്ട്. ഇത് സിമ്പിളല്ലേ? പ്രശ്നമില്ലല്ലോ. ഓക്കെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എഫ് ഓഫ് എക്സ് ഈസ് ഗിവൺ ആൻഡ് ജി ഓഫ് എക്സ് ഈസ് ഓൾസോ ഗിവൺ. ഫൈൻഡ് എഫ് ഓഫ് ജി. റെഡി? എഫ് ഓഫ് ജി കണ്ടുപിടിക്കണം. വളരെ സിമ്പിളാണ്. എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം എഫ് ഓഫ് ജി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? എഫ് ഓഫ് ജി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നാണ്. അപ്പം ഇങ്ങനെ എന്നാലോ, ജി ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ജി ഓഫ് എഫ് ഓഫ് എക്സ്. നമ്മൾ +1 പഠിച്ചാണ്. ഓക്കെ, ഓർമ്മയിൽ ഇപ്പം ശ്രദ്ധിക്കുക. സോ എഫ് ഓഫ് ജി മീൻസ് എഫ് ഓഫ് ജി ഓഫ് എക്സ്. സോ വളരെ സിമ്പിളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ജി എഫിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ജി ഓഫ് എക്സ് എഫിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താ എഫ്? സൈൻ എക്സ് അല്ലേ? സോ ജി ഓഫ് എക്സ് എഫിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എന്താ ആൻസർ വരാം? സൈൻ എക്സിൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം? ജി ഓഫ് എക്സ്. എക്സിൻ്റെ പ്ലേസിൽ എന്താ ഉള്ളത്? ജി ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ജി ഓഫ് എക്സ് കഴിഞ്ഞു. ഇനി നമുക്കെന്ത് ചെയ്യാം? ജി ഓഫ് എക്സ് നമുക്കറിയാലോ. എന്താ ജി ഓഫ് എക്സ്? എക്സ് ക്യൂബ്. സോ സൈൻ എക്സ് ക്യൂബ്. റെഡി? ഇതാണെന്ത്? എഫ് ഓഫ് ജി. ഇത് നമ്മൾ ക്വസ്റ്റ്യനിൽ ജി ഓഫ് എഫ് ചോദിച്ചിട്ടില്ല. ഇനി അഥവാ ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ജി ഓഫ് എഫ്? നമുക്കറിയാം ജി ഓഫ് എഫ് മീൻസ് ജി ഓഫ് എഫ് ഓഫ് എക്സ്. എന്താ ചെയ്യേണ്ടത്? ഈ എഫ് ജിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ എഫ് ജിയിൽ, ജി എവിടെ? എക്സ് ക്യൂബ്. അപ്പോൾ ഇവിടെ എന്താ തരാം? ഈ എക്സിൻ്റെ പ്ലേസിൽ ഇത് കൊടുക്കുക, എഫ് ഓഫ് എക്സ്. അപ്പം എന്താ തരാം? ഈ എക്സിൻ്റെ അവിടെ എഫ് ഓഫ് എക്സ് എഴുതാലോ. എഫ് ഓഫ് എക്സിൻ്റെ അവിടെ എഫ് ഓഫ് എക്സ് കൊടുത്തു. ഇവിടെ ക്യൂബ് ഉണ്ട്, ക്യൂബ്. റെഡി? ഇനി നമുക്ക് എഫ് ഓഫ് എക്സ് എന്താ അറിയാം? എന്താ എഫ് ഓഫ് എക്സ്? സൈൻ എക്സ് എന്നാണ്. അപ്പോൾ എഫ് ഓഫ് എക്സിനോടെ സൈൻ എക്സ് എന്ന് റീപ്ലേസ് ചെയ്യുക. സൈൻ എക്സ് ഓൾ ക്യൂബ്. ഇതാണ് എൻ്റെ ആൻസർ. ഒന്നുകൂടി വൃത്തിയായി പറയുകയാണെങ്കിൽ സൈൻ ക്യൂബ് എക്സ്. റെഡി? സൈൻ എക്സ് ഓൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? സൈൻ ക്യൂബ് എക്സ് എന്നാണ്. അപ്പോൾ ഇതിനൊരു കാര്യം നമുക്ക് മനസ്സിലായി. എന്ത്? എഫ് ഓഫ് ജിയും ജി ഓഫ് എഫ് എന്തല്ല? സെയിം അല്ല. അത് മനസ്സിലാക്കുക. എഫ് ഓഫ് ജിയും ജി ഓഫ് എഫും എന്തല്ല? ഈക്വൽ അല്ല, നോട്ട് ഈക്വൽ ആണ്. റെഡി? അത് ഈക്വൽ ആവുന്ന കുറച്ച് കേസൊക്കെ ഉണ്ട്, നമുക്ക് പറയാം. റെഡി? എഫ് ഓഫ് ജിയും ജി ഓഫ് എഫ് എന്തല്ല? ഈക്വൽ അല്ല. ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യന്. ഈ ക്വസ്റ്റ്യന് ശ്രദ്ധിക്കുക, 2 മാർക്കിന് എക്സാമിന് എന്തായാലും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. എഫ് ഓഫ് എക്സ് ഈസ് ഗിവൺ ആൻഡ് ജി ഓഫ് എക്സ് ഓൾസോ ഗിവൺ. ഫൈൻഡ് എഫ് ഓഫ് ജി ആൻഡ് ജി ഓഫ് എഫ്. വളരെ സിമ്പിളാണ്, നമുക്കറിയാം. എന്താ ചെയ്യേണ്ടത്? എഫ് ഓഫ് ജി എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം? എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നാണ്. എന്താ ചെയ്യേണ്ടത്? ഈ ജി എഫിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഫിൻ്റെ അവിടെ എക്സിൻ്റെ അവിടെ എന്ത് ചെയ്യുക? ജി എന്ന് എഴുതുക. സോ 8 എക്സിൻ്റെ പ്ലേസിൽ ജി, ജി ഓഫ് എക്സ്. അതിനെന്ത്? ക്യൂബ്. ഈ സിമ്പിളല്ലേ? എന്താ ചെയ്യേണ്ടത്? സോ 8
ജി ഓഫ് എക്സ് നമുക്കറിയാം. എന്താ ജി ഓഫ് എക്സ്? എക്സ് റേസ് ടു 1/3 അതിൻ്റെ ക്യൂബ്. 2 കട്ടാവും. എന്നിട്ട് ആൻസർ 8x ആൻസർ കിട്ടി. സോ എഫ് ഓഫ് ജി കിട്ടി. ഇനി നമുക്ക് എന്തുണ്ട്? ജി ഓഫ് എഫ്. റെഡി? എന്താ ജി ഓഫ് എഫ്? ജി ഓഫ് എഫ് ഓഫ് എക്സ്. സോ ഈ എഫ് ഓഫ് എക്സ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ജിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ജി നോക്കുക എക്സ്, ആ എക്സിൻ്റെ അവിടെ എന്ത് റീപ്ലേസ് ചെയ്യുക? എഫ് ഓഫ് എക്സ്. എക്സിൻ്റെ പ്ലേസിൽ എഫ് ഓഫ് എക്സ് എഴുതാം. എഫ് ഓഫ് എക്സ് ഓൾ റേസ് ടു 1/3. ഇനി നമുക്ക് എന്താ അറിയാം? എഫ് ഓഫ് എക്സ് അറിയാലോ. എന്താ എഫ് ഓഫ് എക്സ്? 8x ക്യൂബ്. 8x ക്യൂബ് ഓൾ റേസ് ടു 1/3. ഇതെല്ലാവരും ഇത് എപ്പോഴും എക്സാം ചോദിക്കും എന്ന് പറയാനുള്ള കാരണം ഇത് നിങ്ങൾ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ അധികം ആൾക്കാർ എന്ത് ചെയ്യും? ഈ 3യും കട്ട് ചെയ്യും, എന്നിട്ട് 8x എഴുതും, എന്നിട്ട് 2 ആൻസർ സെയിം എന്ന് പറയും. റെഡി? അത് തെറ്റാണ്. നമ്മൾ ഈ റേസ് ടു 1/3 ആർക്കൊക്കെ കൊടുക്കണം? ഈ 8നും കൊടുക്കണം, ഇവിടെയും കൊടുക്കണം. റെഡി? സോ എന്താ ആൻസർ വരാം? 8 പറഞ്ഞാൽ നമുക്കറിയാം 2 ക്യൂബാണ് അല്ലേ? 2 ക്യൂബ്. അവിടുത്തെ ആ 3യും ഈ 3 എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. അല്ലെങ്കിൽ ക്യൂബിക് റൂട്ട് ഓഫ് 8 എന്താണ്? 2 ആണ്. റെഡി? ക്യൂബിക് റൂട്ട് ഓഫ് എക്സ് ക്യൂബ് എന്താണ്? എക്സ് ആണ്. റെഡി? ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അല്ലെങ്കിൽ 8 നമുക്ക് എന്ത് ചെയ്യാം? 2 ക്യൂബ് എന്ന് എഴുതാം. ഇവിടെ എക്സ് ക്യൂബ് ഉണ്ട്, 2ൻ്റെ ക്യൂബ് കോമൺ ആക്കി എടുക്കാം. അപ്പോൾ 3 എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. അപ്പോൾ എന്നിട്ട് ആൻസർ 2x എന്ന് കിട്ടും. ഇതാണ് ഇത് എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട് പറയാനുള്ള കാരണം ഇത് എപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്നതാണ്. ചെയ്യാൻ അറിയാം, പക്ഷേ തെറ്റിക്കും. ഇവിടെ 8x എന്നും ഇവിടെ 2x പകരം എന്ത് ചെയ്യും? 8x എന്ന് എഴുതി വെക്കും. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ? ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് എഫ് ഓഫ് എക്സ്. ഫൈൻഡ് എഫ് ഓഫ് എക്സ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഹെൻസ് ഫൈൻഡ് എഫ് ഇൻവേഴ്സ്. സോ എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ 2 മാർക്കും അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ 1 മാർക്കുമാണ്. വളരെ സിമ്പിളാണ്. എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഈ എഫ് ഓഫ് എക്സ് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? എഫിൽ. അപ്പോൾ ഈ എഫിൽ എക്സിൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കുക? എഫ് ഓഫ് എക്സ്. എക്സ് കാണുന്ന അവിടെയൊക്കെ എന്ത് ചെയ്താൽ? എഫ് ഓഫ് എക്സ് ചെയ്താൽ. അപ്പോൾ ഇവിടെ എക്സ് ഉണ്ട്, അവിടെ എഫ് ഓഫ് എക്സ് ചെയ്താൽ ഈ എക്സിൻ്റെ അവിടെ എന്ത് ചെയ്യാം? എഫ് ഓഫ് എക്സ് ചെയ്താൽ. സോ എന്താ ആൻസർ ചെയ്താൽ? എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എഫ് ഓഫ് എക്സ് മൈനസ് 1. സോ എന്തായിട്ട് ആൻസർ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, we know f of x is, what is f of x? X divided by x minus 1. X divided by x minus 1 all divided by, ഇവിടെ എന്താണ്? എഫ് ഓഫ് എക്സ് എന്താ? എക്സ് ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1. പിന്നെ ഇവിടെ നിന്നുണ്ട് -1. ഈ എക്സ് മൈനസ് 1 ഈ എക്സ് മൈനസ് 1 കട്ടാക്കി ഇവിടെ പറ്റില്ല. കാരണം എന്താ? ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്. സോ ഫസ്റ്റ് എന്ത് ചെയ്യാം? നമുക്ക് അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. മുകളിൽ എന്തുണ്ട്? എക്സ് ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1 ഓൾ ഡിവൈഡ് ബൈ, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എന്താ ആൻസർ വരിക? എക്സ് ഇൻറ്റു 1 എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് എക്സ് മൈനസ് 1 ഇൻറ്റു മൈനസ് 1 പ്ലസ് 1 ഓൾ ഡിവൈഡ് ബൈ 1 ഇൻറ്റു എക്സ് മൈനസ് 1 എക്സ് മൈനസ് 1. റെഡി? ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞെന്തിനാണ്? അത്രയും ലെവൽ കുറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ഇങ്ങനൊന്നും പറയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇതിന് ആൻസർ ഇതാണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത്ര കൃത്യമായി മനസ്സിലാവണം ഓരോ സ്റ്റെപ്പും കറക്റ്റ് പറയുന്നത്. സോ നമുക്കിനി എന്ത് ചെയ്യാം? എക്സ് മൈനസ് 1ഉം എക്സ് മൈനസ് 1ഉം കട്ട് ചെയ്യാം. ഇവിടെ പ്ലസ് എക്സ് ഉണ്ട്, ഇവിടെ മൈനസ് എക്സ് കട്ടായി. സോ നമുക്കെന്ത് കിട്ടി? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ എന്ന് കിട്ടി എക്സ് ഡിവൈഡ് ബൈ 1 എന്ന് കിട്ടി. നമുക്കറിയാം എക്സ് ഡിവൈഡ് ബൈ 1 എന്താണ്? എക്സ് തന്നെയാണ്. സോ എഫ് ഓഫ് എക്സ് എന്ന് കിട്ടി എക്സ് എന്ന് കിട്ടി. റെഡി? സോ നമുക്കെന്ത് കിട്ടി? ഫസ്റ്റ് ആൻസർ കിട്ടി. 2 മാർക്കിന് ആൻസർ കിട്ടുന്നത് എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് ആണ്. ഇനി 1 മാർക്ക് ഉണ്ട്. എന്ത്? ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. നമുക്കറിയാം ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്താണ്? എഫ് ഓഫ് എക്സ് വൈ എന്ന് എഴുതും, അതിൽ നിന്ന് നമ്മൾ എക്സ് കണ്ടുപിടിക്കും. അങ്ങനെയൊക്കെ ഒരു 3-4 സ്റ്റെപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. 1 മാർക്കിന് 3-4 സ്റ്റെപ്പിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല, ഡയറക്റ്റ് ആൻസർ ആയിരിക്കും. അപ്പോൾ ഇതിൽ ഡയറക്റ്റ് ആൻസറാണ്. മനസ്സിലാക്കുക, എഫ് ഓഫ് എക്സ് എന്ത് കിട്ടി? എക്സ് കിട്ടി. ഈ എക്സ് തന്നെ ഇവിടെ കിട്ടി. ഈ എക്സ് ഇവിടെ തന്നെ കിട്ടണം. ഇവിടെ ഇൻപുട്ട്, ഇതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ടിൽ കിട്ടണമെങ്കിൽ ഈ എഫ് എന്താവണം? കട്ടാവണം. ഇത് കട്ടായിട്ടല്ലേ ഈ എക്സ് ഇവിടെ വന്നത്. റെഡി? ആലോചിച്ച് നോക്ക്. ഈ എക്സ് മാത്രം വരണമെങ്കിൽ ഈ എഫ് എന്താവണം? രണ്ടും കട്ടാവണം. ഇത് 2 കട്ടാവണമെങ്കിൽ ഇത് പരസ്പരം എന്താവണം? ഇൻവേഴ്സ് ആവണം അല്ലേ?
ഇതിനെ പരസ്പരം ഇൻവേഴ്സ് ആയാലും എന്ത് കിട്ടുള്ളൂ? ഇവിടെ എക്സ് കിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ് എഫ് ഓഫ് ജി ഓഫ് വൈ ഈക്വൾ എനിക്ക് വൈ എന്ന് കിട്ടി. അപ്പോൾ ഈ വൈ ഇവിടെ വരണമെങ്കിൽ ഈ എഫും ജിയും കട്ടായതുപോലല്ലേ? ഇത് രണ്ട് കട്ടാവണമെങ്കിൽ ഇത് പരസ്പരം എന്തായിരിക്കണം? ഇൻവേഴ്സ് ആയിരിക്കണം. ഈ എഫ് എന്ന് പറഞ്ഞാൽ ജീൻ്റെ ഇൻവേഴ്സ് ആയിരിക്കണം, ജി എന്തായിരിക്കണം? എഫിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കണം. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് പറയുന്നുണ്ട്, ഇൻവേർട്ടിബിൾ എന്ന് പറയുന്നുണ്ട്. സോ ഇതിൽ മനസ്സിലാകുന്ന കാര്യം എന്താണ്? നമുക്ക് എന്ത് കിട്ടി ഇവിടെ? ഈ എക്സ് തന്നെ ഇവിടെ കിട്ടി. ഈ എക്സ് തന്നെ ഇവിടെ കിട്ടണമെങ്കിൽ ഈ എഫ് എന്താവണം? കട്ടാവണം. ഇത് രണ്ട് ക്യാൻസൽ ആവണമെങ്കിൽ പരസ്പരം എന്തായിരിക്കണം? അത് പരസ്പരം ഇൻവേഴ്സ് ആയിരിക്കണം. സോ എഫ് ഈസ് ഇൻവേഴ്സ് ഓഫ് എഫ്. എഫ് എന്താണ്? എഫിൻ്റെ ഇൻവേഴ്സ് ആണ്. ഇത് പരസ്പരം ഇൻവേഴ്സ് ആയതുകൊണ്ടാണ് ഈ എക്സ് ഇവിടുത്തെ സംഭവം തന്നെ ഇവിടെ കിട്ടാനുള്ള കാരണം. സോ എഫ് ഈസ് ഇൻവേഴ്സ് ഓഫ് എഫ്. സോ എഫ് എന്ന് കിട്ടി. എഫ് ഈസ് ഇൻവേഴ്സ് ഓഫ് എന്താ? ആ ഫംഗ്ഷൻ അതിൻ്റെ തന്നെ ഇൻവേഴ്സ് ആണെന്നാണ് മീനിങ്. അപ്പോൾ എഫ് ഇൻവേഴ്സ് എന്തായിക്കരാ? എഫ് ഇൻവേഴ്സ് ഈക്വൽ ടു 1 മാർക്കാണ് ആൻസറായി. എഫ് ഇൻവേഴ്സ് ഈക്വൽ ടു കിട്ടി എക്സ് ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1. കാരണം എന്താണ്? ഞാൻ പറഞ്ഞു അല്ലേ, എഫ് എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷന് ഇൻവേഴ്സ് തന്നെയാണ്. പരസ്പരം ഇൻവേഴ്സ് ആണ്. ഇത് രണ്ട് കട്ടായിട്ട് എക്സ് എന്ന് കിട്ടുള്ളൂ. സോ നമുക്ക് കിട്ടി എഫ് ഇൻവേഴ്സ് ഈക്വൽ ടു എഫ് തന്നെ. എഫ് എന്താണ്? എക്സ് ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1. എഫ് ഇൻവേഴ്സ് എക്സ് എന്നാണ് എക്സ് ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1. വളരെ സിമ്പിളാണ്, മനസ്സിലാക്കുക. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇവിടെ എക്സ് തന്നെ വരാനുള്ള കാരണം ഇത് പരസ്പരം ഇൻവേഴ്സ് ആയതുകൊണ്ടാണ്. സോ എഫ് ഈസ് എഫിൻ്റെ ഇൻവേഴ്സ്, അതുകൊണ്ടാണ് അത് കട്ടാവുന്നത്. സോ എക്സ് ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1 വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലാക്കുക. താങ്ക് യു.